എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നഴ്സിംഗ് ആചാര്യയുടെ JPHN സിലബസ് വൈസ് കണ്ടന്റ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിൽ നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ആണ് ആദ്യം നോക്കുന്നത്. ഇപ്പൊ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് പറയുന്നത്. എന്തായാലും കമ്മ്യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ, പല രീതിയിൽ പല കാര്യങ്ങളിലും നമുക്ക് പല രീതിയിലുള്ള കൺസെപ്റ്റ്സ് ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പൊ ഒരു കാട് അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും, ഒരു ഇൻഡിവിജ്വലിനും ഒരു ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് കൊണ്ട് പല രീതിയിലുള്ള കൺസെപ്റ്റ്സിലായിരിക്കും അത് അറിയുന്നത് അല്ലെ. ചില ആൾക്കാർ കൂടുതലായിട്ടുള്ള കാടുകളുള്ള രീതിയിൽ ചിന്തിക്കും. ചില ആൾക്കാർ ആരും മീൻസ് മൃഗങ്ങൾ കൂടുതലായിട്ട് വസിക്കുന്ന സ്ഥലം എന്നുള്ള ആൾക്കാർ. ചില ആൾക്കാർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ തീരെ ആൾക്കാർ കുറഞ്ഞ സ്ഥലം. ആ രീതി പല രീതിയിൽ പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ വരാം. അപ്പം പല രീതിയിലും ഹെൽത്തിനെ നമുക്ക് പറയാൻ പറ്റും. സോ വി ഹാവ് ഡിഫറെന്റ് ആസ്പെക്ട്സ് അല്ലെങ്കിൽ കൺസെപ്റ്റ്സ് ഓഫ് ഹെൽത്ത്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ബയോമെഡിക്കൽ കൺസെപ്റ്റ്, എക്കോളജിക്കൽ കൺസെപ്റ്റ്, സൈക്കോ സോഷ്യൽ കൺസെപ്റ്റ്, അതുപോലെ ഹോളിസ്റ്റിക് കൺസെപ്റ്റ്. ഇങ്ങനെ പല രീതിയിലുള്ള കൺസെപ്റ്റ്സ് എന്നുള്ളതാണ് നമുക്ക് ഹെൽത്തിനെ നമുക്ക് പറയാം. അപ്പം ഹെൽത്തിനെ പല രീതി ഡിഫൈൻ ചെയ്യാന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യത്തിനെ കുറിച്ചുള്ള നമ്മുടെ ഒരു മീൻസ് അറിവ് അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിനെയാണ് നമുക്ക് കൺസെപ്റ്റ് എന്നുള്ളത് പറയുന്നത്. സോ ബയോമെഡിക്കൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ഹാസ് ബീൻ വ്യൂഡ് ആസ് എൻ ആബ്സെൻസ് ഓഫ് ഡിസീസ്. ഒരു ഡിസീസ് ഇല്ലാത്തൊരു അവസ്ഥ, അതിനെയാണ് നമ്മൾ ബയോമെഡിക്കൽ കൺസെപ്റ്റ് എന്നുള്ളത് അല്ലെങ്കിൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഹെൽത്ത് എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് ഡിസീസ് എന്നുള്ള രീതിയിലാണെങ്കിൽ അത് ബയോമെഡിക്കൽ കൺസെപ്റ്റ് ആണ്. ബയോമെഡിക്കൽ എന്ന് പറഞ്ഞാൽ സംതിങ് വിച്ച് ഈസ് ലിവിങ് എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് വൺ ഈസ് ഫ്രീ ഫ്രം ഡിസീസ്, ദ പേഴ്സൺ വാസ് കൺസിഡേർഡ് ആസ് ഹെൽത്തി. നമ്മൾ ഈ കൺസെപ്റ്റിൽ നമ്മൾ പറയും ബ്രേക്ക് ഡൗൺ ഓഫ് മെഷീൻ അല്ലെങ്കിൽ ഒരു എഞ്ചിൻ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തനത്തിന് അത് സാരമായി ബാധിക്കും അല്ലെ. അപ്പൊ ആ ബ്രേക്ക് ഡൗൺ ആവുന്നതിന്റെ ഒരു അവസ്ഥയാണ് നമ്മൾ ഈ ബയോമെഡിക്കൽ, അതായത് നമ്മുടെ ശരീരം ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ബയോമെഡിക്കൽ കൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നുണ്ട്. സോ ബയോമെഡിക്കൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. എന്താണ്? ഹെൽത്ത് ഹാസ് ബീൻ വ്യൂഡ് ആസ് എൻ ആബ്സെൻസ് ഓഫ് ഡിസീസ് എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എക്കോളജിക്കൽ കൺസെപ്റ്റ് ആണ്. എക്കോളജിക്കൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ഇംപ്ലൈസ് ദ റിലേറ്റീവ് ആബ്സെൻസ് ഓഫ് പെയിൻ ആൻഡ് ഡിസ്കംഫോർട്ട് ആൻഡ് കണ്ടിന്യൂസ് അഡാപ്റ്റേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ടു ദ എൻവയോൺമെന്റ് ടു എൻഷുർ ഒപ്റ്റിമൽ ഫംഗ്ഷൻ. ആ ഒരു എൻവയോൺമെന്റിന്റെ അടുത്ത് നമ്മൾ ഒരു ഒപ്റ്റിമൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് അഡാപ്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ. അപ്പം ലൈക്ക് ആബ്സെൻസ് ഓഫ് പെയിൻ ആൻഡ് ഡിസ്കംഫോർട്ട് ആൻഡ് എ കണ്ടിന്യൂസ് അഡാപ്റ്റേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ടു ദ എൻവയോൺമെന്റ്. എക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സംതിങ് വിച്ച് ഈസ് റിലേറ്റഡ് ടു എൻവയോൺമെന്റ് എന്നുള്ളതാണ് എക്കോളജി അല്ലെ. എക്കോളജി എന്ന് പറഞ്ഞാൽ എക്കോസിസ്റ്റം, ലൈക്ക് ആ ഒരു രീതിയിൽ ലൈക്ക് എൻവയോൺമെന്റുമായിട്ട്. സോ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ഹെൽത്തിനെ പറയുന്നത് എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം, അതായത് അഡാപ്റ്റേഷൻ വലിയ രീതിയിൽ നടക്കാതെ വരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഡിസീസ് ഉണ്ടാവുന്ന എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. അപ്പൊ എക്കോളജിക്കൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹെൽത്ത് ഇംപ്ലൈസ് ദ റിലേറ്റീവ് ആബ്സെൻസ് ഓഫ് പെയിൻ ആൻഡ് ഡിസ്കംഫോർട്ട് ആൻഡ് എ കണ്ടിന്യൂസ് അഡാപ്റ്റേഷൻ അഡ്ജസ്റ്റ്മെന്റ് ടു ദ എൻവയോൺമെന്റ് ടു എൻഷുർ ഒപ്റ്റിമൽ ഫംഗ്ഷൻ. ഒപ്റ്റിമൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ഒരാൾക്ക് പറ്റുന്ന ഒരു ഒപ്റ്റിമൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം, ലൈക്ക് നോട്ട് മാക്സിമം, ലൈക്ക് നമുക്കൊരു എല്ലാം ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഫംഗ്ഷനിങ് വിത്തൗട്ട് എനി എന്താ പറയുക ഡിഫക്ട്സ് ഉണ്ടാവാതെ ഒരു നല്ല രീതിയിൽ അത് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിനാണ് എക്കോളജിക്കൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? So first one is biomedical concept and the second one is ecological concept. The third one is psychosocial concept. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോത്ത് എന്താണ്? നമ്മളെ മെന്റലിയും അതുപോലെ തന്നെ ബയോളജിക്കലിയും നമ്മളെ മീൻസ് സോഷ്യലിയും, അതായത് ആ ഒരു ഫിനോമിന ലൈക്ക് when there is health is considered as both biological and social phenomena, അതായത് ബയോളജിക്കൽ ഇൻ ദ സെൻസ് മെന്റൽ, ലൈക്ക് ഹെൽത്ത് മൈൻഡ്, ആ ഒരു കൺസെപ്റ്റിലുള്ള രീതിയിലുള്ള ആ രണ്ട് കാര്യങ്ങളും അതും സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി കൂടിയതിനെ ആണ് നമ്മൾ സൈക്കോ സോഷ്യൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആ രീതിയിൽ അപ്പം നമ്മൾ ബയോമെഡിക്കൽ കൺസെപ്റ്റ് ഉണ്ട്, എക്കോളജിക്കൽ കൺസെപ്റ്റ് ഉണ്ട്, സൈക്കോ സോഷ്യൽ. അപ്പൊ സൈക്കോ സോഷ്യൽ കാര്യങ്ങളിൽ എന്തെങ്കിലും ഇപ്പം എന്തെങ്കിലും മെന്റലി അല്ലെങ്കിൽ ഒരു മൈൻഡ് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ അല്ലെങ്കിൽ സോഷ്യലി നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സോഷ്യൽ ചേഞ്ചസുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ആ ഒരു ലൈക്ക് കറക്റ്റ് ഒരു സോഷ്യൽ ചേഞ്ച് അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ചേഞ്ച് ആയിട്ട് നമുക്ക് എന്താ ഒത്തൊരുമപ്പെട്ടു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മൾ സൈക്കോ സോഷ്യൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ബയോമെഡിക്കൽ കൺസെപ്റ്റ്, എക്കോളജിക്കൽ കൺസെപ്റ്റ്, സൈക്കോ സോഷ്യൽ കൺസെപ്റ്റ് എന്നുള്ളതാണ്. പിന്നെയാണ് ഹോളിസ്റ്റിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഹോളിസ്റ്റിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി ഇൻ എ സൗണ്ട് ഫാമിലി ഇൻ എ സൗണ്ട് എൻവയോൺമെന്റ്. All sectors of society like agriculture, animal husbandry, food, industry, education, housing, public works, communication, and other sectors have an effect on health.
അപ്പം ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം കൂടി ചേർന്ന് എന്നുള്ളതാണ്. ഓക്കെ, ഹോളിസ്റ്റിക് കൺസെപ്റ്റ് നമ്മളിപ്പോൾ ഹെൽത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. സോ ബയോമെഡിക്കൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്കൊരു മെച്ചുറായി വരുന്ന ഓരോ സ്റ്റേജസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. ആദ്യം നമ്മൾ ഒരാൾ പറയുന്ന ബയോമെഡിക്കൽ കൺസെപ്റ്റ് ആണ് ഒരു ഡിസീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഹെൽത്തിനെ പറ്റിയുള്ള ഒരു കൺസെപ്റ്റ് ബയോമെഡിക്കൽ ആണെന്ന് പറയുന്നത്, പിന്നെ എക്കോളജിക്കലായി മാറുന്ന എൻവയോൺമെന്റുമായിട്ടുള്ള അഡാപ്റ്റേഷൻ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, പിന്നെ സൈക്കോ സോഷ്യൽ കൺസെപ്റ്റ്സും കൂടി വരുന്നുണ്ട്. നേരെ മറിച്ച് ഹോളിസ്റ്റിക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണെങ്കിൽ നമുക്ക് എല്ലാം ഉൾപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ഹോളിസ്റ്റിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന് പറഞ്ഞാൽ ഒച്ചയുള്ള മൈൻഡ് എന്നുള്ളതല്ല. ഓക്കെ, സൗണ്ട് എന്ന് പറയുന്നത് ലൈക്ക് സംതിങ് വിച്ച് ഈസ് ലൈക്ക് ഹാവിങ് ഗുഡ്, അതായത് നല്ലെന്നുള്ളത്. സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, നല്ല മൈൻഡ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ അതാണ് സൗണ്ട് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫങ്ഷനിങ് ഉള്ള ബോഡി. പിന്നെ സൗണ്ട് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫാമിലി റിലേഷൻഷിപ്പും എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു ലൈക്ക് ഒരു ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള താളമുള്ള ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ. സൗണ്ട് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറഞ്ഞ പോലെ സൗണ്ട് ഉള്ള എൻവയോൺമെന്റ് അല്ല, നേരെ മറിച്ച് എല്ലാം കൊണ്ട് പാകപ്പെട്ട ഒരു എൻവയോൺമെന്റ് എന്നുള്ള അർത്ഥമാണ്. ഓൾ സെക്ടേഴ്സ് ഓഫ് സൊസൈറ്റി ലൈക്ക് അഗ്രികൾച്ചർ, അനിമൽ ഹസ്ബൻഡറി, അപ്പം ഫുഡ് ഇൻഡസ്ട്രി, എഡ്യൂക്കേഷൻ, ഹൗസിംഗ്, പബ്ലിക് വർക്ക്സ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് അതർ സെക്ടേഴ്സ് ഹാവ് ആൻ എഫക്ട് ഓൺ ഹെൽത്ത്. അപ്പൊ ഇതാണ് കാരണം ഈ ഹോളിസ്റ്റിക് കൺസെപ്റ്റിലാണ് നമ്മൾ ഒന്നുകൂടി നമുക്ക് ഇപ്പം ഏതൊരു കാര്യങ്ങളും, ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റിന്റെ കാര്യം, ഒരു ഹെൽത്തിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റഡി നടത്തുകയാണോ, അല്ലെങ്കിൽ ഹെൽത്തിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ നടത്തുകയാണെങ്കിൽ ആ ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹോളിസ്റ്റിക് കൺസെപ്റ്റിൽ വേണം നമുക്ക് അത് അവർക്ക്. കാരണം ഏതൊക്കെ ലെവലിലാണ് അവരുടെ ഹെൽത്തിനെ ബാധിക്കുന്നത്. ചില ആൾക്കാരുടെ ചിലപ്പോൾ ഫാമിലി ഇഷ്യൂസ് കൊണ്ടായിരിക്കും അവരുടെ ഹെൽത്തിനെ അത് ബാധിച്ചിട്ടുണ്ടാവുക. ചിലപ്പം എൻവയോൺമെന്റൽ ഇഷ്യൂസ് കാരണം, പൊല്യൂഷൻ കാരണം വല്ല ആസ്മ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടാവും. ഇപ്പം പല രീതിയിലുള്ള, പിന്നെ അതുപോലെ ഫുഡ് ഇൻടേക്കും കാര്യങ്ങളും പ്രോപ്പർ അല്ല, മാൽനറിഷ്ഡ് ആയി, ആ രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നു. മീൻസ് ആ ഒരു കൺസെപ്റ്റിനാണ് നമ്മൾ ഹോളിസ്റ്റിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഹെൽത്ത് എന്ന് പറയുമ്പോൾ ആലോചിക്കുക, ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ആണ് ഹൈലി ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ അതാണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് എന്നുള്ളതാണ്. അത് ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഏറ്റവും അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ഏറ്റവും പുതിയതായിട്ട് നമ്മളിപ്പോൾ ഹെൽത്തിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുമ്പോൾ വിച്ച് കൺസെപ്റ്റ് വി ആർ ഫോളോയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹോളിസ്റ്റിക് കൺസെപ്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഒരു കൺസെപ്റ്റ്, നമുക്ക് ഒരു ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ ഡെവലപ്പ് ആയി അല്ലേ. ഇനി നമുക്ക് അറിയേണ്ട ഒരു ഡെഫിനിഷൻ ആണ്. പൊതുവെ നമ്മൾ പറയുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ WHO ഡെഫിനിഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറ്. ആ ഡെഫിനിഷൻ തന്നെ നമ്മളെ PSC എക്സാംസിനൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അതായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ ചിലപ്പോൾ ഒരു ഡെഫിനിഷന്റെ പകുതി ഭാഗം വരെ ഉണ്ടാവും, ചിലപ്പോൾ അതിന്റെ ഭാഗം ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ട് വരും. ഓക്കെ, നമുക്ക് ഹെൽത്ത് WHO ഒരു ഡെഫിനിഷൻ പ്രകാരം ഹെൽത്ത് എന്താന്ന് നോക്കാം. ഇപ്പൊ WHO അറിയാലോ അല്ലെ, ലൈക്ക് April 7th നമ്മൾ WHO വന്നിരിക്കുന്നത്. ഓക്കെ, ആ ഒരു കാര്യം ക്വസ്റ്റ്യൻ എപ്പോഴും അത് തന്നെയാണ് നമ്മൾ വേൾഡ് ഹെൽത്ത് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസ് പലപ്പോഴായിട്ട് നിങ്ങളുടെ എക്സാംസിന് പലപ്പോഴായിട്ടും ലൈക്ക് മാറി മാറി വരാം, ചോദിക്കാം. ഓക്കെ, അപ്പം WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഡെഫിനിഷൻ എന്താ നോക്കാം. അപ്പം WHO ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ് ആൻഡ് നോട്ട് മിയർലി ആൻ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോർമിറ്റി ആൻഡ് ദ എബിലിറ്റി ടു ലീഡ് എ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ലൈഫ്. ഇതാണ് പുതിയ എഡിഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, പണ്ട് നമ്മൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ, ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ് ആൻഡ് നോട്ട് മിയർലി ആൻ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോർമിറ്റി. അതുവരെ ആയിരുന്നു ഇത്രയും കാലം നമ്മളൊക്കെ പണ്ട് പഠിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിലേക്ക് ഒരു അഡീഷൻ വന്ന ആൻഡ് ദ എബിലിറ്റി ടു ലീഡ് എ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ലൈഫ്. അപ്പൊ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ, നമ്മൾ പറഞ്ഞു എന്താണ് എക്കണോമിയും അതുപോലെ തന്നെ സൊസൈറ്റിയും കൂടി നമ്മളെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ എല്ലാ കൺസെപ്റ്റുകളും ആഡപ്പ് ചെയ്തൊരു ഡെഫിനിഷൻ ആയിട്ടാണ് പുതിയത് പറയുന്നത്. നേരത്തെ പറഞ്ഞ ഫിസിക്കലി, മെന്റൽ ആൻഡ് സോഷ്യൽ എന്ന് പറയുന്നതിനേക്കാളും ഉപരി അതൊന്നും കൂടി വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഡെഫിനിഷൻ ആണ് ഇപ്പൊ വന്നിരിക്കുന്നത്, പുതിയ WHO ഡെഫിനിഷൻ വന്നിരിക്കുന്നത്. അപ്പം ഇത് മീൻസ് ഇനീഷ്യലി നമുക്ക് എവിടെയായിരുന്നു ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഹെൽത്ത് ഇസ് സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫിസിക്കലും മെന്റലും സോഷ്യൽ വെൽബീങ്ങും അതുപോലെ തന്നെ നോട്ട് മിയർലി ആൻ ആബ്സെൻസ് ഓഫ് ഡിസീസ്. ഒരു ഡിസീസ് ഇല്ല എന്നുള്ള അവസ്ഥ മാത്രമല്ല എന്ത് ഹെൽത്ത് എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താണ്, ചിലപ്പോൾ അവരുടെ സോഷ്യൽ വെൽബീങ് നല്ലതല്ല, അതുപോലെ ഫിസിക്കലി മെന്റലി അവർക്കൊരു സുഖമില്ല, ലൈക്ക് നോട്ട് എന്തെങ്കിലും അസുഖം മാത്രമല്ല എന്നുള്ളതാണ് അവർ പറഞ്ഞു വരുന്നത്. ആൻഡ് ഓർ ഇൻഫോർമിറ്റി ആൻഡ് ദ എബിലിറ്റി ടു ലീഡ് എ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ലൈഫ് എന്നുള്ളതാണ് പുതിയൊരു കാര്യം അതിലേക്ക് ആഡപ്പ് ആയിട്ട് വന്നിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ?
ഓക്കെ, ഈ ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡെഫിനിഷൻ ഹെൽത്തിനെ നമ്മൾ ഒന്നും കൂടി വ്യക്തമാക്കിയിട്ടുള്ള ഡെഫിനിഷൻ ആണ് ഒരു ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ആലോചിക്കണ്ട, എന്നാലൊരു ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഈ ഡെഫിനിഷൻ പറയുന്നുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എ കണ്ടീഷൻ ഓർ ക്വാളിറ്റി ഓഫ് ദ ഹ്യൂമൻ ഓർഗാനിസം expressing the adequate functioning of the organism in a given condition, genetic or environmental. അപ്പൊ ആ ഒരു കൺസെപ്റ്റിനാണ് നമ്മൾ ഓപ്പറേഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലൈക്ക് അതുപോലെ തന്നെ നമ്മൾ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഒബ്വിയസ് എവിഡൻസ് ഓഫ് ഡിസീസ് ആൻഡ് ദ പേഴ്സൺ ഇസ് ഫംഗ്ഷനിങ് നോർമലി, അല്ലെങ്കിൽ സെവറൽ ഓർഗൻസ് ഓഫ് ദ ബോഡി ആർ ഫംഗ്ഷൻ അഡിക്വേറ്റ്ലി ആസ് വെൽ ആസ് ഇൻ റിലേഷൻ ടു അനദർ. അതായത് നമ്മൾ പറയുന്ന ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഹോമിയോസ്റ്റാസിസ് എന്നൊക്കെ പറയില്ല. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് എല്ലാമായിട്ട് എല്ലാ മീൻസ് നമ്മുടെ ശരീരം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ലൈക്ക് എവറി ഗീവ് ആൻഡ് ടേക്ക് ആണ് അല്ലെ. എല്ലാ ഓർഗൻസും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് നമ്മളെ പോലെ ഇൻഡിവിജ്വൽസ് ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഹാർട്ട് ആണെങ്കിൽ പമ്പ് ചെയ്യുന്നു ബ്ലഡ്, അപ്പം ആ ബ്ലഡ് ആണ് എല്ലാ സ്ഥലത്തേക്ക് എത്തി, മീൻസ് എല്ലാ സർക്കുലേഷനും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹാർട്ടാണ്. അതുപോലെ ആ ബ്ലഡ് ആണ് നമ്മളെ അൾട്ടിമേറ്റ്ലി എല്ലാ വേസ്റ്റും പ്യൂരിറ്റി എല്ലാം പോയിട്ട് ഇപ്പൊ കിഡ്നി ആണെങ്കിൽ ഈ പറഞ്ഞ ഹാർട്ടിന്റെ പമ്പിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കിഡ്നി ഇരിക്കുന്നത് അല്ലെ. നമുക്ക് ഫിൽട്ടർ ചെയ്യാനും ഫിൽട്രേഷൻ റേറ്റും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കിഡ്നി ആയിട്ട്. അപ്പൊ ആ രീതിയിലുള്ള കൺസെപ്റ്റ് ആണ്. അപ്പം ആ ഒരു രീതിയിൽ പറയുവാണെങ്കിൽ ലൈക്ക് നോ ഒബ്വിയസ് എവിഡൻസ് ഓഫ് ഡിസീസ് and that person is functioning normally, several organs of the body are functioning adequately. Adequately എന്ന ആ ഒരു ആവശ്യത്തിനുള്ള രീതിയിലുള്ള പ്രവർത്തനം ആസ് വെൽ ആസ് ഇൻ റിലേഷൻ ടു അനദർ. അതാണ് ഓക്കെ, അതാണ് എന്ത് ഈ പറയുന്ന ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഹെൽത്തിനെ കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ഡെഫിനിഷനും ഒരു ധാരണയും ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എപ്പോഴെങ്കിലും തോന്നുകയാണ് നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് നഴ്സിംഗ് ആചാര്യയുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് യു ക്യാൻ ഈവൻ എന്ത് ചെയ്യാം, ചാറ്റ് ബോക്സ് ഉണ്ടല്ലോ നമ്മുടെ ആപ്പിന്റെ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഈ ഒരു ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കുറി നിങ്ങൾക്ക് റേസ് ചെയ്യാം. അപ്പൊ ആ ഒരു കുറിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ആ ടിക്കറ്റിനനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആയോ? കുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പം ഇന്നൊരു കാര്യം ഇപ്പം WHO പുതിയ ഡെഫിനേഷനെ കുറിച്ച് ഡൗട്ട് ഉണ്ട്, അപ്പൊ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് അത് ഇൻഡിവിജ്വലി നിങ്ങൾക്ക് അത് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ എക്സ്പേർട്സ് ആരെങ്കിലും ഇല്ല ഈവൻ ഞാൻ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അത് റെസ്പോണ്ട് ചെയ്ത് തരുന്നതായിരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട. നമുക്ക് ഈ ഹെൽത്തിന്റെ ഡെഫിനിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പലപ്പോഴായിട്ട് ചോദിച്ച എക്സാംസിനൊക്കെ വരുന്ന ഒരു ഡെഫിനിഷനും കൂടിയാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ പറഞ്ഞ പോലെ ദിസ് സ്റ്റേറ്റ്മെന്റ് ഹാസ് ബീൻ ആംപ്ലിഫൈഡ് ടു ഇൻക്ലൂഡ് ദ എബിലിറ്റി ടു ലീഡ് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ലൈഫ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതാണ് ഹൈലൈറ്റ്. നേരത്തെ നമ്മൾ ഈ പറഞ്ഞ ഡെഫിനിഷനിലെ മീൻസ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യമാണ്. കാരണം നമ്മൾ നേരത്തെ ഞാനിപ്പോ പറഞ്ഞായിരുന്നു അല്ലെ, എന്താണ് ഈ പറഞ്ഞ പോലെ ലൈക്ക് ദ എബിലിറ്റി ടു ലീഡ് എ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി പ്രൊഡക്റ്റീവ് ലൈഫ്. ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. ലൈക്ക് നമുക്ക് ഇപ്പം പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ എക്സാംസ് പോയിന്റ് ഓഫ് വ്യൂവില് നമുക്ക് ഈ ഒരു കാര്യം അത്രയും വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായില്ലെങ്കിൽ ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഓപ്ഷൻസ് വരുന്നതിൽ നമുക്ക് ഈ ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ വരില്ല. അപ്പൊ അതാണ് ഞാൻ പിന്നെ എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ, ഇത് എക്സാംസിന് എന്തായാലും വരാനും സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഞാൻ ആംപ്ലിഫൈഡ് എന്ന് പറഞ്ഞ രീതിയിൽ, അതായത് ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കി വെച്ചിരിക്കുന്നത് എന്താണ്, ഇതൊരു പുതിയ കാര്യം ആഡ് ചെയ്തതാണ്. പിന്നെ നമുക്കൊരു വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഹെൽത്ത് കനോട്ട് ബി മെഷേർഡ് ഇൻ എക്സാക്ട് മെഷറബിൾ ഫോംസ്. നമുക്കൊരു ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓക്കെ, ഇപ്പം രണ്ട് ഇൻഡിവിജ്വൽ എടുക്കുക. ഒരു ഇൻഡിവിജ്വൽ എ എന്ന് പറഞ്ഞ ഒരാൾ, ഒരു ഇൻഡിവിജ്വൽ ബി എന്ന് പറഞ്ഞ ആൾക്കാർ. ഇപ്പൊ ഈ രണ്ടുപേരുടെ ഇൻഡിവിജ്വലിന്റെ നമ്മളെ ഹെൽത്ത് എങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുക? ഓക്കെ, നിങ്ങൾക്ക് വെയിറ്റ് കമ്പയർ ചെയ്യാം, ശരി. ഓക്കെ, രണ്ടുപേരുടെ വെയിറ്റ് തമ്മിൽ കമ്പയർ ചെയ്ത് ഇന്ന ആളുടെ BMI ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു വ്യക്തമായിട്ടുള്ള കമ്പാരിസൺ നടത്തി പറയാം ഇയാളുടെ BMI ഇത്രയാണ്, അപ്പൊ അത് 25 താഴെയാണ് അല്ലെങ്കിൽ 25 മേലെയാണ് അല്ലെങ്കിൽ മോർ ദാൻ 30 ആണ്, ഒബ്വിയസ് ആണ്. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് എന്ത് കമ്പയർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ഹെൽത്തിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു അളവ് അല്ലെങ്കിൽ ഒരു മെഷർമെന്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് വേറൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ വേറൊരു അറിവ് എന്നുള്ള കാര്യത്തിൽ. അപ്പൊ ഹെൽത്ത് കനോട്ട് ബി മെഷേർഡ് ഇൻ എക്സാക്ട് മെഷറബിൾ ഫോംസ്. ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. ക്വാണ്ടിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് അതിന് ഒരു പോയിന്റിൽ നമുക്ക് വ്യക്തമായി ഇപ്പം ഇന്ന ആളുടെ ഹെൽത്ത് എ എന്ന് പറഞ്ഞ ആളുടെ ഹെൽത്ത് 10ഉം ബി എന്ന് പറഞ്ഞ ആളുടെ ഹെൽത്ത് 20 അല്ലെങ്കിൽ 100ന്റെ ബേസിസിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അടുത്ത കാര്യം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ള മെഷർമെന്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ കോൺസിക്വൻസിന്റെ ഹെൽത്ത് അത് നമ്മൾ മോർബിഡിറ്റി, മോർട്ടാലിറ്റി, അതുപോലെ എക്കണോമിക്കൽ, ഒക്യുപേഷണൽ, ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ദാറ്റ് പ്രൊമോട്ട് ഇൽ ഹെൽത്ത്. അപ്പൊ അങ്ങനെ കുറെ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ കുറെ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മളിപ്പം
ഈവൻ ഒരു രാജ്യത്തിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് എങ്ങനെയാ ഇപ്പം ഇന്ത്യ കമ്പയർ ടു ഇനി അതർ കൺട്രി. ഓക്കെ പാകിസ്ഥാൻ എങ്കിൽ പാകിസ്ഥാൻ, അല്ലെങ്കിൽ ചൈന എങ്കിൽ ചൈന, ഓക്കെ, അല്ലെങ്കിൽ വെരി ഹൈലി ഡെവലപ്ഡ് കൺട്രീസ് ആയ USA. അപ്പൊ ഏതെങ്കിലും രാജ്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ എന്താ നോക്കേണ്ടത്, ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. നമ്മൾ മോർട്ടാലിറ്റി മോർബിഡിറ്റി ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് IMR, അപ്പം മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് MMR. അപ്പൊ അതൊക്കെ ഓരോ രാജ്യങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റാസ് ഉണ്ടാവും. ആ ഡാറ്റയാണ് നമ്മൾ രാജ്യത്തിന്റെ ഹെൽത്ത് എന്ന് പറയുന്ന രീതിയിലേക്ക് കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. എക്സാക്ട്ലി എന്താണ് ഒരു രാജ്യത്തിന്റെ ഹെൽത്ത് നമുക്ക് എന്താണ് ആക്ച്വൽ മെഷർമെന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അതിന് പകരം എന്താണ് യൂസ് ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ മോർബിഡിറ്റി മോർട്ടാലിറ്റി പോലുള്ള ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയാം. അതിന് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയാം ഒരു രാജ്യത്തിന്റെ ശരാശരി കണക്കാണ്. ലൈക്ക് ഒരു പെർസെൻറ്റേജ് കണക്ക് പോലെ നമ്മൾ പറയും ഇത്ര ശതമാനമാണ് മരണ റേറ്റ്, ഇത്ര ശതമാനമാണെന്നുള്ള രീതിയിൽ. IMR ലൈക്ക് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും MMR ഒക്കെ നമ്മൾ ഓരോ കൊല്ലത്തിലും അത് അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നതാണ്. റീസെന്റ് ആയിട്ടുള്ളത് നമുക്ക് എന്തായാലും ഫർദർ ഡിസ്കഷൻസിൽ അത് വരും. അത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. അത് കാരണം ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഇപ്പം കറണ്ട് 2024 ഇപ്പോഴത്തെ ഒരു IMR എത്രയാണ് അല്ലെ MMR എത്രയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്തായാലും ഞാൻ ഈ ഒരു കാര്യം ഹെൽത്തിനെ കുറിച്ചുള്ള ഡെഫിനേഷൻ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, പിന്നെ നമുക്കിനി ഇതേപോലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡയമെൻഷൻ ഓഫ് ഹെൽത്ത് ആണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് അറിയാലേ. നമ്മൾ ഇപ്പൊ 3D 3 ഡയമെൻഷണൽ ഫിലിംസ്, 5D അങ്ങനെയൊക്കെ 6D ഇങ്ങനെയൊക്കെ പറഞ്ഞ പല രീതിയിലുള്ള ഡയമെൻഷൻ മൂവീസും നമുക്കറിയാം അല്ലെ. 3D ഒക്കെയാണ് നമുക്ക്, കാരണം നമുക്ക് എന്താ പറയുക, ഒരു X എന്ന് പറഞ്ഞ ഒരു ഫ്രെയിം ഉണ്ട്, Y എന്ന് പറഞ്ഞ ഫ്രെയിം ഉണ്ട്, XY ആണ്. ഒരു Z എന്ന് പറഞ്ഞൊരു പ്രൊജക്ഷൻ അല്ലെ. Z എന്ന് പറയുന്നത് എന്താണ്, ഒരു അടുത്തൊരു ആക്സിസ് ആണ്. അതെന്താണ് ഒരു മൂന്നാമത്തെ ഒരു ലെയറിലെ ഡയമെൻഷനിലേക്ക് വരുന്നത്. അതായത് അതാണ് ആ ലെയറാണ് നമ്മൾ പ്രൊജക്ട് ചെയ്ത് കാണുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ ലെയർ പോലെ തന്നെ ലൈക്ക് അതുപോലെ തന്നെ പല രീതിയിൽ പ്രൊജക്ഷൻസ് ഉണ്ട് ഈ ഹെൽത്തിന് പല രീതിയിൽ നമുക്ക് നോക്കി കാണാന്നുള്ളതാണ്. ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാന്നുള്ളതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതിനെ ഈ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ പല ആംഗിളിലൂടെ നമ്മൾ ഒരു ഹെൽത്തിനെ നോക്കുന്നതിനാണ് നമ്മൾ ഡയമെൻഷൻ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ വിചാരിക്കും കുറെ കാര്യങ്ങൾ എന്തിനെ കുറിച്ചാണ് ഈ ഹെൽത്തിനെ കുറിച്ച് ഇത്രയും പഠിക്കുന്നത്. ഇപ്പം ഓരോ രീതിയിൽ നോക്കി കാണുന്നതിന്റെ വ്യത്യാസങ്ങളാണ് മീൻസ് ഈ പറയുന്നത്. പല കോണിലൂടെ ഹെൽത്തിനെ നോക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ വ്യത്യാസം വരും, അതാണ് ഈ ഡയമെൻഷൻ ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മളത് മലയാളീകരിക്കുമ്പോൾ പറയുന്നതാണല്ലോ. ഓക്കെ, ഇങ്ങനെ അപ്പൊ നോക്കി കാണുന്നത് എങ്ങനെയാണുള്ള രീതിയിൽ. മറ്റേതെന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് ആണ്, നമ്മൾ എങ്ങനെ അതിനെ ഹെൽത്തിനെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്, എങ്ങനെയൊക്കെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. അതാണ് നമ്മൾ കൺസെപ്റ്റിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, ഇനി ഇങ്ങനെ കൺഫ്യൂഷൻ ആവണ്ട. അപ്പൊ നമ്മൾ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ബയോമെഡിക്കൽ കൺസെപ്റ്റ്, ഹോളിസ്റ്റിക് കൺസെപ്റ്റ്, ആ രീതിയിലുള്ള കൺസെപ്റ്റുകൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക. ഡയമെൻഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും നമുക്ക് ബാക്കി കാര്യങ്ങളാണ് പല രീതിയിൽ. കാരണം പുതിയ അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്, ഫിസിക്കൽ, ലൈക്ക് സോഷ്യൽ, സ്പിരിച്വൽ, ഫിനാൻഷ്യൽ, അങ്ങനെ എല്ലാ ഡയമെൻഷനിലൂടെ നമുക്ക് ഹെൽത്തിനെ കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ പുതിയതായിട്ട് ആഡ് ചെയ്താണ് ഇന്റലക്ച്വൽ ആയിട്ടുള്ള തിങ്കിങ്ങിലൂടെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നതിനനുസരിച്ച് ഹെൽത്തിന് വ്യത്യാസങ്ങൾ വരാം. മീൻസ് ആ രീതിയിലുള്ള മീൻസ് നോക്കിക്കാണലിലൂടെ ഉണ്ടാവും എന്നുള്ളതാണ് ഡയമെൻഷനിൽ വേറെ വരാറുള്ളത്. ഓക്കെ, നമുക്ക് അത് കുറച്ച് നോക്കാം. ഓക്കെ, ഇപ്പൊ ഏതൊക്കെ ഡയമെൻഷനിലാണ് നമ്മൾ ഹെൽത്തിനെ കാണുന്നത് എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഫിസിക്കലാണ്. അതായത് റെക്കഗ്നൈസിങ് ദ നീഡ് ഫോർ അതായത് ഫിസിക്കൽ ആക്ടിവിറ്റി, ഡയറ്റ്, സ്ലീപ്പ് ആൻഡ് ന്യൂട്രീഷൻ ആണ് ഫിസിക്കൽ എന്ന് പറയുന്നത്. സോഷ്യൽ എന്ന് പറയുന്നതാണെങ്കിൽ ലൈക്ക് നമുക്കുള്ളത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ഉണ്ട്, സോഷ്യൽ ഉണ്ട്, സ്പിരിച്വൽ ഉണ്ട്, ഫിനാൻഷ്യൽ ഉണ്ട്, ഒക്യുപ്പേഷണൽ ഉണ്ട്, എൻവയോൺമെന്റൽ, ഇമോഷണൽ, ഇന്റലക്ച്വൽ. ഇതിപ്പോ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ ബൈഹാർട്ടായി പഠിക്കണോ? വേണ്ട. നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു പറഞ്ഞ ഡയമെൻഷനിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഏതൊക്കെ ആംഗിളിൽ കൂടെ നമുക്ക് ഈ പറഞ്ഞ ഹെൽത്തിനെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി അത് എങ്ങനെയാന്നുള്ളതാണ്. ഫസ്റ്റ് ഫിസിക്കൽ എന്നുള്ള രീതിയിലാണ്. ഫിസിക്കൽ ഡയമെൻഷനിലൂടെ കാണുന്നതാണ് ഫിസിക്കൽ ആൻഡ് സംതിങ് ലൈക്ക് ആക്ടിവിറ്റീസ് ആവാം, അതുപോലെ തന്നെ നമ്മളെ ഡയറ്റ് ആവാം, അതുപോലെ സ്ലീപ്പ്, ന്യൂട്രീഷൻ, ഈ കാര്യങ്ങളിലൂടെ ലൈക്ക് ഓക്കെ ഒരു ഇങ്ങനെ പറയാം നമുക്ക് വേണമെങ്കിൽ ഇൻഡിവിജ്വലിന്റെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറയുകയാണ്. അപ്പൊ അവർ ഒബീസ് ആയി മാറി, അവരുടെ പറയുന്ന പോലെ ലൈക്ക് ലിവർ ഫങ്ഷൻസ് ടെസ്റ്റും കാര്യങ്ങൾ പ്രൊഫൈലിൽ മീൻസ് കൊളസ്ട്രോൾ ലെവലൊക്കെ വളരെ ഹൈ ആണ്. അപ്പൊ ആ രീതിയിൽ അവർക്ക് എന്തൊക്കെയാണ് ലിവർ ഡിസീസസ് ഉണ്ടാവാം, അതുപോലെ തന്നെ കാർഡിയക് ഡിസീസസ് ഉണ്ടാവാം. അൾട്ടിമേറ്റ്ലി അവരുടെ ഹെൽത്ത് എന്തായാലും മോശമായിട്ട് വരാം. ആ രീതിയിലാണ് ഫിസിക്കൽ പോകുന്നത്. എനിക്ക് സ്ലീപ്പ് വളരെ കുറവാണ്. സ്ലീപ്പ് കുറയുമ്പോൾ എന്താ സംഭവിക്കുക, അവരുടെ കോഗ്നിറ്റീവ് പവർ, അതിൽ തിങ്ക് ചെയ്യാനുള്ള പവർ, മെമ്മറി ലോസുകൾ ഉണ്ടാവാം അല്ലെ. ചെറിയ ചെറിയ മെമ്മറി ലോസ് എന്ന് പറഞ്ഞാൽ വലിയ മെമ്മറി ലോസ് അല്ല, എന്നാലും നമുക്കറിയാം കുറെ ദിവസം നമ്മൾ മര്യാദയ്ക്ക് ഉറങ്ങാത്തൊരു ദിവസമാണ്, നൈറ്റ് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വരികയാണ്. അപ്പൊ ആ ദിവസം ചിലപ്പോൾ ഇന്നലെ എന്താ സംഭവിച്ചത് ചിലപ്പോൾ നമുക്ക് അത് അത്രയും നമുക്ക് എന്ത് ചെയ്യാം
റീകലക്ട് ചെയ്യാനുള്ള റീസെന്റ് മെമ്മറീസ് ലോസ് ഒക്കെ ഉണ്ടാവാൻ പറ്റും. അതാണ് റീസെന്റ് ആയിട്ടുള്ള പെട്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരിക. അപ്പൊ അതാണ് നമ്മൾ ഫിസിക്കൽ എന്ന് പറയുന്നത്. ഐ മീൻസ് സോറി, ഈ പറഞ്ഞ സ്ലീപ്പ് കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ. പിന്നെ ന്യൂട്രീഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ന്യൂട്രീഷണൽ മീൻസ് എന്താ പറയാ, ഇൻടേക്ക് പ്രോപ്പർ അല്ല. അതായത് ബോഡി റിക്വയർമെന്റിന് അനുസരിച്ചുള്ള ഇൻടേക്ക് അല്ല വരുന്നത്. അപ്പൊ ആ രീതിയിൽ വരുമ്പോൾ അത് ഫിസിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ ഫിസിക്കലിലൂടെ നമ്മൾ ഹെൽത്തിനെ നോക്കുമ്പോൾ ലൈക്ക് ഈ ഒരു കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസും ഊന്നലും കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഹെൽത്തിനെ ആ ഡയമെൻഷനിലൂടെ നമ്മൾ നോക്കുന്ന ഹെൽത്തിന് നമുക്കത് പ്രശ്നമാണ്. അപ്പൊ ഫിസിക്കലി ഉള്ള ഹെൽത്ത് കുറച്ച് മോശമായി വരും എന്നുള്ളതാണ്. ഫിസിക്കലി ആ ഭാഗത്ത് നമുക്ക് അത് അൾട്ടിമേറ്റ്ലി അത് ഓവറോൾ ഹെൽത്തിനെ അത് ബാധിക്കും. പിന്നെ വരുന്നതാണ് സോഷ്യൽ എന്ന് പറയുന്നത്. സോഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്പിംഗ് എ സെൻസ് ഓഫ് കണക്ഷൻ, ബിലോങ്ങിങ്, അതുപോലെ തന്നെ എ വെൽ ഡെവലപ്ഡ് സപ്പോർട്ട് സിസ്റ്റം. ഓക്കെ, സോഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം അറിയാലോ, സോഷ്യൽ മീഡിയ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്റർ കണക്റ്റഡ് ആണ് ആൾക്കാർ തമ്മിൽ, അല്ലെ? ഒരു ഇന്റർ കണക്ഷൻസ് നമുക്കറിയാം. പല ആൾക്കാർ ചിലപ്പം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ചിലപ്പം ഒരു പബ്ലിക് വേദികളിൽ പോയിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ അറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ചിലപ്പം എന്താ പല രീതിയിലുള്ള അസുഖങ്ങളും ഉണ്ടാവാം. അപ്പം ചില ആൾക്കാർ മീൻസ് ഇൻട്രോവേർട്ട് ആയതുകൊണ്ടല്ല, ലൈക്ക് അവര് എക്സ്പ്രസ് ചെയ്യാതെ വരുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ആൾക്കാരോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ള അറിയാതെ വരുന്ന സമയത്ത് ഒരു ബിലോങ്ങിങ് തോന്നാത്ത, ഒരു അറ്റാച്ച്മെന്റും കാര്യങ്ങളും ഇല്ലാതെ വരുമ്പോൾ അവർക്ക് മെന്റലി പ്രോബ്ലംസ് ഉണ്ടാവാം. ഓക്കെ, ആ ഒരു കാര്യമാണ് നമ്മൾ ഈ സോഷ്യലിലൂടെ പറയുന്നത്. പിന്നെ വരുന്നതാണ് സ്പിരിച്വൽ എന്ന് പറയുന്നത്. ലൈക്ക് സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡിങ് അവർ സെൻസ് ഓഫ് പർപ്പസ് ആൻഡ് മീനിങ് ഇൻ ലൈഫ് എന്നാണ്. ഓക്കെ, അവിടെ ഇതൊക്കെ പുതിയതായിട്ട് വന്ന കാര്യങ്ങളാണ്. സ്പിരിച്വൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില രാജ്യങ്ങളിലൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈവൻ ഈ എൻഡ് ഓഫ് ലൈഫ് ഒക്കെ വരുന്ന സമയത്ത് ചാപ്ലിൻസ് ലൈക്ക് പ്രേയേഴ്സ് ഒക്കെ ചെയ്യാനൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ്, നല്ല ഇമ്പാക്ട് ഉള്ള കാര്യമാണ്. അതായത് അവരുടെ ഇൻഡിവിജ്വലിന് മാത്രമല്ല, അവർക്കും ഒരു ഫാമിലി മെമ്പേഴ്സിന് പോലും ഒരു കംഫോർട്ട് ഉണ്ടാവും. ലൈക്ക് ഇഫ് ദേ ആർ ഗെറ്റിംഗ് ലൈക്ക് ഇനഫ് ലൈക്ക് ടൈം ടു ഹാവ് പ്രേയേഴ്സ്, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ടൈം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ സ്പിരിച്വൽ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഫിനാൻഷ്യൽ എന്ന് പറയുന്ന കാര്യം. അപ്പൊ ഫിനാൻഷ്യൽ എന്താണ് ഇവിടെ? ലൈക്ക് എന്തുകൊണ്ട്, ലൈക്ക് അതായത് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ നമ്മളൊരാളുടെ ഫാമിലിയിൽ തന്നെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായി കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി എന്തൊക്കെ ബാധിക്കാം? ഒരു ഫിനാൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? കാര്യങ്ങൾ മറ്റേ ഭക്ഷണം പോലും മേടിക്കാനുള്ള ക്യാഷ് ഉണ്ടാവില്ല. ചിലപ്പോൾ നല്ല രീതിയിലുള്ള ചികിത്സ നേടാനുള്ള ക്യാഷ് ഉണ്ടാവില്ല. അപ്പൊ ചിലപ്പോൾ നമുക്ക് പ്രൈമറി ലൈക്ക് എ ലെവൽ ഓഫ് പ്രിവെൻഷൻ അനുസരിച്ച് ചിലപ്പോൾ നേരത്തെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന കാര്യങ്ങളൊക്കെയാണ്. അതാണ് ഫിനാൻഷ്യൽ പ്രശ്നം കൊണ്ട് ഹെൽത്ത്. കാരണം ഫിനാൻസും ഹെൽത്തും തമ്മിൽ എന്താ ബന്ധം എന്നുള്ളതല്ല. ലൈക്ക് ഈ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ബാലൻസ് പ്രോപ്പർ അല്ല എന്ന് വരുന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെ ഫിസിക്കൽ മാനേജ്മെന്റ് നമ്മൾ പറയും കേട്ടോ. ഫിസിക്കൽ എന്ന് പറയും, ആ ഒരു വേർഡ് ഉപയോഗിക്കും, FISCL, ഫിസിക്കൽ. ഓക്കെ, ആ ഒരു മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് തന്നെയാണ്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ, അതിനിപ്പോ ഒരു MBA ഒരു ആവശ്യമൊന്നുമില്ല. ഒരു വീട്ടിൽ തന്നെയാണ് പ്രോപ്പർ ആയിട്ട് ഒരു മാനേജ്മെന്റ് ശരിയല്ല. ചിലപ്പോൾ നമ്മൾ പറയും വരവിനേക്കാളും വലിയ ചെലവ് വരുന്ന സമയം. അപ്പൊ ആ രീതിയിലൊക്കെ ആസ്പെക്ട്സിലൊക്കെ വരുന്ന സമയത്ത് എന്താവും, അത് അൾട്ടിമേറ്റ്ലി എന്താ, നമുക്ക് നല്ല പ്രോപ്പർ ചികിത്സ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് 2 ദിവസം കഴിഞ്ഞിട്ട് കാണിക്കാം, ചികിത്സ നേടാൻ പോകണ്ട, മരുന്നിന് വില കൂടുതലാണ്, നമുക്കതിപ്പം കോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ഡിലേഡ് ആവും. അപ്പൊ ഈ ഡിലേ ആവുന്ന സമയത്ത് എന്താ പിന്നെ ഉണ്ടാവുന്നത്? ലൈക്ക് നമ്മൾ പിന്നെ എക്സ്പെൻസ് നമുക്ക് വളരെ കൂടുതലായിരിക്കും, അല്ലെ? നമ്മൾ കുറെ ദിവസം കാണിക്കാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പനിയായിരിക്കും, ചിലപ്പോൾ അത് ന്യൂമോണിയ ആയിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. പിന്നെ അത് ആന്റിബയോട്ടിക്സ് IV അല്ലാതെ വേറെ ഓപ്ഷൻസ് ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ ടാബ്ലറ്റ്സിൽ ഒതുക്കായിരുന്നു. ചിലപ്പോൾ അതിനു മുമ്പേ ആണ് നമുക്ക് ചിലപ്പോൾ അതെന്ത് ചെയ്യാം, പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യായിരുന്നു. അതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്, ഫിസിക്കൽ എന്നുള്ള ഒരു ഡയമെൻഷനിലൂടെ നമ്മൾ ഹെൽത്തിനെ നോക്കി കാണുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം. നേരെ മറിച്ച് ഒക്യുപ്പേഷനിൽ വരുമ്പോൾ എന്താണ്, ഒരു ആളുടെ ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം, അല്ലെ? നമുക്ക് ഒരാൾക്ക് ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ, എന്തുകൊണ്ടാണ് ജോബ് സാറ്റിസ്ഫാക്ഷൻ പറയുന്നത്? ഒരു ഇൻഡിവിജ്വൽ ജോബ് സാറ്റിസ്ഫാക്ഷൻ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് ഇറ്റ് മീൻസ് ലൈക്ക് സം സ്ട്രെസ്, അല്ലെ? സ്ട്രെസ് ഉണ്ടാവും. അപ്പൊ സ്ട്രെസ് എന്തിനാ ഇവിടെ? ലൈക്ക് അൾട്ടിമേറ്റ്ലി എന്താണ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജനറൽ അഡാപ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവമില്ലേ സെൻട്രൽ, ലൈക്ക് ആ ഒരു ഇൻഡിവിജ്വലിന് അവിടെ ഒരു അഡാപ്റ്റേഷനും കാര്യങ്ങളും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇൻഡിവിജ്വൽ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഗോ ഫോർ എന്താണ്, എന്തെങ്കിലും മീൻസ് ഡിസീസസ് ഒക്കെ ഉണ്ടാവും. എങ്ങനെയൊക്കെയാണ്? ബ്ലഡ് പ്രഷർ കൂടാം, അവർക്ക് എന്താ ഹെൽത്തി ആയിരിക്കില്ല. കാരണം എന്താണ്, ഇങ്ങനത്തെ ഒരു ഒക്യുപ്പേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു വർക്ക് കൾച്ചർ ഒന്നും ശരിയല്ല എന്ന് വരുന്നുണ്ടെങ്കിൽ ലൈക്ക് ഹി വിൽ ഗോ ഫോർ സം അതർ ഡിസീസ് കണ്ടീഷൻസ്, അല്ലെ? സ്ട്രെസ് പോലെ ബ്ലഡ് പ്രഷർ കൂടാം, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പ്രോബബ്ലി എന്ത് വേണമെങ്കിലും നമ്മുടെ ലൈഫിൽ വന്നു പോവാനല്ല, ചിലപ്പോൾ കൂടെ തന്നെ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ്. പിന്നെ വരുന്നതാണ് എൻവിയോൺമെന്റൽ എന്ന് പറയുന്നത്. എൻവിയോൺമെന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഗുഡ് ഹെൽത്ത് ബൈ ഓക്യുപ്പൈങ് പ്ലസന്റ് സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് ദാറ്റ് സപ്പോർട്ട് വെൽബീങ്. ഓക്കെ, ഒരു എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നല്ല ഒരു രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ആണ്. ലൈക്ക് നമുക്ക് നല്ല ചെടികളും നല്ല മരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം, ഒരു എൻവയോൺമെന്റ് ആണ്. നേരെ മറിച്ച് അങ്ങനെ വരുമ്പോൾ എന്താണ്, പൊല്യൂഷൻ വളരെ കുറവാണ്. അപ്പൊ പൊല്യൂഷൻ അൾട്ടിമേറ്റ്ലി കുറയുന്ന ടൈം എന്തുണ്ടാവും, നമ്മുടെ ഹെൽത്തിന്റെ ലൈക്ക് സൂചികകൾ അല്ലെങ്കിൽ ഹെൽത്ത് എന്തായിരിക്കും പൊതുവെ ആ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വൽ ഫാമിലിക്കൊക്കെ എന്തായിരിക്കും, നല്ലതായിരിക്കും അല്ലെ. വലിയ രീതിയിലുള്ള അസുഖങ്ങളൊന്നും വരാനുള്ള സാധ്യതകൾ, അതായത് ഇപ്പം പൊല്യൂഷൻ കാരണം ഉണ്ടാകുന്ന പല രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാകും. ആസ്മ ലൈക്ക് ആ രീതിയിൽ വരാം. പിന്നെ അതുപോലെ തന്നെ കെമിക്കൽസ് റിലീസ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്ന സ്കിൻ ഇറിറ്റേഷൻസ് കാര്യങ്ങൾ, അങ്ങനത്തെ കുറെ അസുഖങ്ങൾ. പിന്നെ അതൊക്കെ വരുന്നത് എന്ത് ചെയ്യുക, ഈ എൻവയോൺമെന്റ് നല്ല രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ, ലൈക്ക് ഈ എൻവയോൺമെന്റ് ഈസ് പ്രോപ്പർ. അതിനാണ് നമ്മൾ എൻവയോൺമെന്റൽ പൊല്യൂഷനിലൊക്കെ കൺട്രോൾ ബോർഡ്സും ആ രീതിയിലുള്ള കാര്യങ്ങൾ. അപ്പൊ അതുപോലെ തന്നെ നമ്മളെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് വരാനുള്ളത് അത് എൻവയോൺമെന്റൽ ആക്ട് പ്രകാരമാണ്. അത് ഓരോ കൊല്ലം അപ്ഡേറ്റഡ് ആണ്, പുതിയ പുതിയ കാര്യങ്ങൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ വരുന്നത്. അപ്പൊ അതൊക്കെ എൻവയോൺമെന്റ് എന്നുള്ള ആസ്പെക്റ്റിൽ നമുക്ക് ഹെൽത്തിനെ നമുക്ക് ആ ഡയമെൻഷനിലൂടെ വേണമെങ്കിൽ ഹെൽത്തിലേക്ക് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്നത് ഇമോഷണൽ ആണ്. വൈ ഇമോഷണൽ? നമ്മളിപ്പം ഇനി ഈ പറഞ്ഞ പോലെ സൈക്കോളജിയിലും സൈക്കാട്രിയിലൊക്കെ നിങ്ങൾ സൈക്കാട്രി നഴ്സിംഗിലെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും, മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയും. അപ്പൊ ആ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇമോഷണലി ലൈക്ക് ഉണ്ടാവുന്നത്. ഇപ്പൊ അതിൽ മെയിൻ ആയിട്ട് നമുക്ക് പറയേണ്ടത് ലൈക്ക് ഒരു ഡിഫൻസ് മെക്കാനിസം കാര്യങ്ങളൊക്കെ. കാരണം നമ്മളൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്, ആ സിറ്റുവേഷൻ നമ്മുടെ മൈൻഡ് എന്താണ്, നമ്മൾ പൊതുവെ എന്താ ചെയ്യുന്നത്, ഒരു സിറ്റുവേഷൻ ബാഡ് ആണ്, അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ സിറ്റുവേഷനായിട്ട് പൊരുത്തപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടേതായിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ നമ്മൾ പറയുക പ്രൊട്ടക്റ്റീവ് ഷീൽഡ് മുമ്പിൽ വെക്കണം അല്ലെ. ഒരാൾ യുദ്ധം ചെയ്യാൻ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, വാളുണ്ടെങ്കിൽ അത് നമ്മൾ ഷീൽഡ് ഉണ്ടാവും അല്ലെ, നമ്മളെ ഒരു പരിചയം പോലെ അത് നമ്മൾ എന്ത് ചെയ്യും, നേരെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഈ വരുന്ന ഹിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിലാണ് ലൈക്ക് ആ ഒരു ബോഡിയിൽ നമുക്ക് ഡിഫൻസ് മെക്കാനിസം പല കാര്യങ്ങളും. ഇപ്പൊ ഒരു എക്സാമിന് ഫെയിലായി, ഇപ്പൊ പൊതുവെ നമുക്ക് സങ്കടം വരും. അപ്പൊ നമ്മൾ പിന്നെ ചിന്തിക്കുക ലൈക്ക് ഓക്കെ, ഒരു എക്സാം അല്ലേ കഴിഞ്ഞുള്ളൂ, നെക്സ്റ്റ് നമുക്ക് ഇനിയും ടൈം ഉണ്ട്, ഇപ്പൊ അടുത്ത എക്സാം എഴുതാനുള്ള സമയമുണ്ട്, നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. അപ്പം അത് നമ്മൾക്ക് നേരെ മറിച്ച് അത് ടെൻഷനായി നമ്മൾ മാത്രം എക്സാം ചിലപ്പോൾ ഇൻ കേസ് ഫെയിൽ ആയി ബാക്കി എല്ലാവരും പാസ്സായി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചിന്തയിൽ നിന്ന് എന്തുണ്ടാവും, നമ്മൾ വേറെ രീതിയിൽ നമ്മളെ തോട്ട്സ് പോകും, നമുക്ക് ആ എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റില്ല. സോ എവറി ടൈം വി ഹാവ് ടു തിങ്ക് എന്താണ്, നമുക്ക് നമ്മുടെ മൈൻഡ് തന്നെ പ്രിപ്പയർഡ് ആയിരിക്കണം, ഇപ്പൊ ഇൻ കേസ് ജയിക്കാനും അതുപോലെ തന്നെ ഫെയിൽ ആകാനും. പക്ഷെ നമ്മൾ ഈ ഒരു എക്സാമിന്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ശ്രമിച്ച് നമ്മൾ ഈ പ്രശ്നം ക്ലിയർ ചെയ്യാനും ക്രാക്ക് ചെയ്യാനൊക്കെ നോക്കുക കേട്ടോ. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്റലക്ച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കഗ്നൈസിങ് ക്രിയേറ്റീവ് എബിലിറ്റീസ് ആൻഡ് ഫൈൻഡിങ് വേസ് ടു എക്സ്പാൻഡ് നോളജ് ആൻഡ് സ്കിൽസ്. എന്തിനു വേണ്ടി, പല രീതിയിലുള്ള ഈ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ നമ്മളെ ഹെൽത്തിലേക്ക് ഇംപ്രൊവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. പല രീതിയിലുള്ള അസുഖങ്ങളും കാര്യങ്ങളും ഇപ്പൊ നമുക്ക് അറിയാലോ, പല രീതിയിലുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഒക്കെ വന്നു. അപ്പൊ അതിനൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ മീൻസ് പണ്ടൊക്കെ യുദ്ധങ്ങളിലൊക്കെ നമ്മൾ വലിയ വലിയ എന്താ പറയാ, നമ്മൾ ഈ വലിയ മാസ്ക് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് പഴയ ഈ വാറിലൊക്കെ നിങ്ങൾക്ക് അറിയാം, ഗ്യാസ് ഒക്കെ ആയിട്ട് വരുന്ന ഇത് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനുള്ള വലിയ മാസ്ക് ഉണ്ട്, അത് ഹുഡ് പോലെ. അത് വലിയ മാസ്ക്, അത് ഫുള്ള് നമ്മളെ ഫേസും കവർ ചെയ്യും. അതുപോലെ തന്നെ ഈ വരുന്ന ഈ ഹാർംഫുൾ ആയിട്ടുള്ള ഗ്യാസ് വരെ അത് പ്രിവെന്റ് ചെയ്യാനുള്ള രീതിയിലുള്ള അത് ഹുഡ് പോലെയായിരുന്നു. പിന്നെ നമ്മളിപ്പോ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പിന്നെ നമുക്ക് മനസ്സിലായി കണ്ണിന്റെ ഉള്ളിൽ കൂടെ അല്ലല്ലോ, നമുക്ക് ഈ ഒരു മൂക്കും നമ്മളെ വായും അതായത് മൗത്തും നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് കവർ ചെയ്യാം. ആ ഒരു രീതിയിൽ നമ്മൾ ടെക്നോളജിക്കലി അഡ്വാൻസ് ഒക്കെ ആയിട്ട് എന്തുണ്ടായി, നമ്മൾ ഈ N95 മാസ്ക് പോലത്തെ മാസ്കുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നു. അതായത് നമ്മളെ മൈക്രോൺ രീതിയിൽ ലൈക്ക് ആ ഒരു ഓർഗാനിസം എത്ര സൈസാണ്, ആ സൈസിനേക്കാളും ചെറുതായിട്ടുള്ള മൈക്രോബ്സ് ഒക്കെ ഇനി വേറെ മൈക്രോബ്സ് അല്ലെങ്കിൽ വൈറസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഇനിയൊട്ട് വൈറസ് ഓർ ബാക്ടീരിയ അതൊക്കെ എങ്ങനെ സ്പ്രെഡ് ആവുന്നുള്ള അതിനെ കുറിച്ചുള്ള പഠിക്കാനുള്ള ടെക്നോളജീസും കാര്യങ്ങളൊക്കെ അഡ്വാൻറ്റേജ് ചെയ്തു. പിന്നെ അതൊക്കെ പ്രിവെന്റ് ചെയ്യാനുള്ള രീതിയിലുള്ള തോട്ട്സ്, അതൊക്കെ ഒരു കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മാസ്കിനെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഇന്റലക്ച്വൽ ആയിട്ടുള്ള തോട്ട്സിലൂടെയാണ്. അപ്പൊ അത് അൾട്ടിമേറ്റ്ലി നമ്മൾ അത് നല്ല രീതിയിൽ നമ്മൾ വിനിയോഗിക്കുകയാണെങ്കിൽ അത് ഹെൽത്തിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രിവെന്റ് മീൻസ് നല്ലൊരു ഹെൽത്ത് പ്രിസർവ് ചെയ്ത് പോകാനും നമുക്ക് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ഈ ഡയമെൻഷൻസ് ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത്. പല രീതിയിൽ നമ്മൾ ഹെൽത്തിനെ കാണുന്നതിനാണ് ഈ ഡയമെൻഷൻസ് ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഇത് 8 ലൈക്ക് ഇതല്ലാതെ ഇനിയും നമുക്ക് ഡയമെൻഷൻസ് പറയാം. പക്ഷെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് ഒരു ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണേൽ പറഞ്ഞുകൂടെ മൾട്ടി ഡയമെൻഷനൽ ആണെന്നുള്ളത്. ഓക്കെ, സോ ഹെൽത്ത് ഈസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മൾട്ടി ഡയമെൻഷനൽ എന്നുള്ളതാണ് അത് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഓക്കെ, ഡെഫിനിഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് സ്പെസിഫിക് ഡയമെൻഷൻസ് നമ്മൾ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ WHO ഡെഫിനിഷനിൽ മെയിൻ ആയിട്ട് പറയുന്ന ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഫിസിക്കലും മെന്റലും സോഷ്യലും ആണ്. ഓക്കെ, മെന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ തോട്ട്സും കാര്യങ്ങളും ഇമോഷൻസും കാര്യങ്ങളും അതിൽ വരും. സോഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യലിൽ നിങ്ങളുടെ ഈ പറഞ്ഞ ജോബ് ഒക്യുപ്പേഷൻ വരാം, ഫിനാൻഷ്യൽ വരാം. ഓക്കെ,
അതും കൂടി നമ്മൾ ഈ ക്ലബ് ചെയ്തിട്ട് വേണം സോഷ്യൽ നമ്പറിലും പറയാം കേട്ടോ. ലൈക്ക് അത് സോഷ്യലായിട്ട് തന്നെ വേണം എന്നില്ലെങ്കിൽ പോലും. ഓക്കെ ഓക്കെ, ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, ഇതാണ് ഈ ഒരു WHO ഡെഫിനിഷനിലെ മെയിൻ ആയിട്ടുള്ള 3 ഡയമെൻഷൻസ്. 3 ഈ ഡയമെൻഷൻ എന്ന് പറയുന്നത് ആ രീതിയിലാണ് നമ്മൾ 3 നമ്മൾ നോക്കി കാണുന്നത് ഹെൽത്തിനെ. സോ അതാണ് നമ്മൾ പറഞ്ഞ ഈ മെയിൻ ആയിട്ടുള്ള 3 ഡയമെൻഷൻസ്. ഓക്കെ, ടോട്ടൽ ഓഫ് 8 ഡയമെൻഷൻ ആണ് നമ്മൾ നോക്കിയത് കേട്ടോ. ഇതിന് കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാം, കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡയമെൻഷനിൽ ഈ 3 ഡയമെൻഷൻ തന്നെ പിന്നെ സബായിട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ, ഈവൻ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ 8 നമുക്ക് ഇതിൽ തന്നെ കുറെ എണ്ണത്തിന്റെ കൂടെ ലൈക്ക് കുറെ ഈ 3 ഡയമെൻഷനിൽ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, എഴുതി ചേർക്കാൻ പറ്റും. അതാണ് വേറൊരു വ്യത്യാസം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇൻ ഡീറ്റെയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ലൈക്ക് ഫിസിക്കൽ ഡയമെൻഷൻ ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ദ ഫിസിക്കൽ ഡയമെൻഷൻ ഓഫ് ഹെൽത്ത് ഇസ് പ്രോബ്ലി ഈസിയസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ്. ദ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ ഹെൽത്ത് ഇംപ്ലൈസ് ദ നോഷൻ ഓഫ് പെർഫെക്റ്റ് ഫംഗ്ഷനിങ് ഓഫ് ദ ബോഡി. ഓക്കെ, ആ ബോഡീന്റെ ഫംഗ്ഷനിങ് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ നല്ലവണ്ണം ഉണ്ടെങ്കിൽ ആ രീതിയിൽ. അപ്പോൾ ഹെൽത്ത് ബയോളജിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്റ്റേറ്റ് ഇൻ വിച്ച് എവറി സെൽ ആൻഡ് എവറി ഓർഗൻ ഈസ് ഫംഗ്ഷനിങ് അറ്റ് ഒപ്റ്റിമം കപ്പാസിറ്റി. അല്ലെ, ഒരു ഒപ്റ്റിമം ആയിട്ടുള്ള കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഹെൽത്ത് നമ്മുടെ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. And in perfect harmony with the rest of the body, and however the term optimum is not definable. ഞാൻ നേരത്തെ അതാണ്, നമുക്കൊരു ഒപ്റ്റിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഹെൽത്ത് കമ്പയർ ചെയ്യുന്ന പോലെയാണ്. ലൈക്ക് നമുക്ക് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യും ഫിക്സ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ഒപ്റ്റിമം എന്ന് പറയാൻ പറ്റില്ല. പലരുടെയും ഒപ്റ്റിമം ലെവൽ വ്യത്യാസമായിരിക്കും. ചില ആൾക്കാർ 10 സെക്കൻഡ് കൊണ്ട് 100 മീറ്റർ ഓടുന്നുണ്ടാവും. ചില ആൾക്കാർ 14 മിനിറ്റ് കൊണ്ടൊക്കെ 10 സെക്കൻഡ്സ് കൊണ്ടായിരിക്കും. ചിലർ 14 സെക്കൻഡ്സ് കൊണ്ടായിരിക്കും. അപ്പൊ ആ ടൈമിലൊക്കെ അവരുടെ ബോഡി ചിലപ്പോൾ എത്രത്തോളം എഫേർട്സ് ഇടണം, എത്രത്തോളം വർക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ ആ ഒരു ഒപ്റ്റിമൽ ലെവലൊക്കെ മീൻസ് ആ ലെവലിൽ എത്രയാണെന്നുള്ളതൊക്കെ അത് ഇൻഡിവിജ്വൽ ഡിപ്പെൻഡന്റ് ആണെന്നുള്ളതാണ് വേറെ വ്യത്യാസം. ഓക്കെ, പിന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്ലീൻ ലൈക്ക് സ്കിൻ, അതുപോലെ ബ്രൈറ്റ് ഐസ്, ലെസ്ട്രസ് എയർ വിത്ത് എ ബോഡി വെൽ ക്ലോത്ത് വിത്ത് ഫേം ഫ്ലഷ്, നോട്ട് ടു ഫാറ്റ്, എ സ്വീറ്റ് ബ്രത്ത്, പിന്നെ ഗുഡ് അപ്പറ്റൈറ്റ്, നല്ല വിശപ്പുണ്ടാവുക, സൗണ്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഒച്ചുണ്ടാക്കി ഉറങ്ങുകയല്ല, ലൈക്ക് നല്ലൊരു ഉറക്കം, നല്ലൊരു മണിക്കൂറിൽ ഉറങ്ങാൻ പറ്റും. നമ്മൾ ഈ ഡ്യൂട്ടി ഒക്കെ കാരണം നമുക്ക് പലർക്കും നമ്മുടെ ഉറക്കം ഭയങ്കര ഡിസ്റ്റർബ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ റെഗുലർ ആക്ടിവിറ്റി ഓർ ബവൽ ആൻഡ് ബ്ലാഡർ, അതായത് നോർമൽ ആയിട്ട് ഫംഗ്ഷൻ വിത്തൗട്ട് എനി സിംറ്റംസ്, അല്ലെ ബവൽ സിംറ്റംസോ അല്ലെ ബ്ലാഡർ സിംറ്റംസോ ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ ഒരു ഫിസിക്കൽ ഡയമെൻഷന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മെന്റൽ ഹെൽത്ത് ആണ് അടുത്തത്. ലൈക്ക് അതാണ് ഈ മെന്റൽ ഡയമെൻഷനിലൂടെ പറയുന്നത്. അപ്പം നോട്ട് മിയർലി ആബ്സെൻസ് ഓഫ് മെന്റൽ ഇൽനെസ്, ഒരിക്കലും മെന്റൽ ഇൽനെസ്സിനെ ആസ്പദമാക്കിയിട്ടല്ല ഈ മെന്റൽ ഡയമെൻഷൻ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗുഡ് മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, എബിലിറ്റി ടു റെസ്പോണ്ട് ടു മെനി വേരിയഡ് എക്സ്പീരിയൻസ് ഓഫ് ലൈഫ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് എ സെൻസ് ഓഫ് പേർപ്പസ്. ഇപ്പം ഒരു പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ലൈഫിൽ എന്തെങ്കിലും നീഡിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ ചെയ്യുന്നതിനാണ് നമ്മൾ അടുത്ത് ആ ഒരു ഇത് പറയുന്നത്. ഓക്കെ, ഈ മെന്റൽ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഡിഫൻസ് മെക്കാനിസം കാര്യങ്ങൾ, അതായത് നമ്മുടെ ഇമോഷണൽ കാര്യങ്ങളും അതിൽ വരും. അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിലും കൂടെ വരുന്നതാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് in the recent past, the mental health has been defined as a state of balance between the individual and the surrounding world, a state of harmony between oneself and others, a coexistence between the realities of self and that of other people and the environment. ഓക്കെ, അതാണ് അടുത്ത ഒരു കാര്യം. അതായത് നമ്മുടെ റീസെന്റ് പാസ്റ്റിലൊക്കെ മെന്റൽ ഹെൽത്ത് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് എ സ്റ്റേറ്റ് ഓഫ് ബാലൻസ് ബിറ്റ്വീൻ എൻ ഇൻഡിവിജ്വൽ ആൻഡ് സറൗണ്ടിങ്. അതായത് ഒരു ഇൻഡിവിജ്വലും അതുപോലെ തന്നെ അതിന്റെ ചുറ്റുപാടുമായിട്ടുള്ള ഒരു ബാലൻസിനാണ് നമ്മൾ മെന്റൽ ഡയമെൻഷൻ അല്ലെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഈ മെന്റൽ ഹെൽത്ത് പ്രോപ്പർ ആവാതെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാലിറ്റി ആയിട്ട് നമ്മൾ പൊരുത്തപ്പെടാതെ വരികയാണ്. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഇപ്പൊ ഒരാൾ പെട്ടെന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യം നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ചില ആൾക്കാരുടെ തോട്ട് എങ്ങനെയാ, ഇല്ല, പോയിട്ടില്ല, ലൈക്ക് മരിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്, അവരുടെ മെന്റൽ സ്റ്റാറ്റസും ബിഹേവിയറും ലൈക്ക് ഒരു സംഭവം സംഭവിച്ചിട്ടില്ല, ദേ വിൽ ബി വെരി ഹാപ്പി അല്ലെ. അങ്ങനത്തെ സിറ്റുവേഷനിൽ അവർക്കൊന്നും നഷ്ടപ്പെട്ടില്ല എന്നുള്ള. പിന്നെ ദ റിയാലിറ്റി, വെൻ ദേ റിയലൈസ് ദ റിയാലിറ്റി, എന്താ സംഭവിക്കും അവിടെ, അപ്പോഴാണ് അവരുടെ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ അത് അക്സെപ്റ്റ് ചെയ്യാൻ, അപ്പം നമ്മളെ മൈൻഡിന് പ്രത്യേക ഒരു പവർ ഉണ്ട്. ലൈക്ക് ചില ആൾക്കാരുടെ മൈൻഡ് ഭയങ്കര സ്ട്രോങ് ആണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് രീതിയിലാണോ എടുക്കേണ്ടത്, നോർമലായിട്ട് എടുക്കാൻ പറ്റുന്ന ആ രീതിയിൽ അവർക്ക് എടുക്കാൻ പറ്റും. ചിലരുടെ മനസ്സെന്താണ്, പെട്ടെന്ന് എന്താ ബ്രേക്ക് ഡൗൺ ആവും. ലൈക്ക് ദേ കാണ്ട് ഈവൻ ടോളറേറ്റ് സിംഗിൾ ആയിട്ടുള്ള ഒരു സ്ട്രെസ് പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എക്സാം ഫെയിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുകൂടെ തീർന്നു. ലൈക്ക് നമുക്ക് അറിയാം അല്ലെ, പല രീതിയിലുള്ള മരണങ്ങളും, കാരണം ഡിപ്രഷൻ വരെ ഉണ്ടായിട്ടുണ്ട്, മരണം വരെ സംഭവിച്ച സിറ്റുവേഷൻസ് ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിൽ വരെ ഉണ്ട്. ലൈക്ക് ഇറ്റ് ഈസ് ഹാപ്പനിങ് അല്ലെ, അത് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ പൊതുവെ എല്ലാ കാര്യം എന്ത് ചെയ്യുക, നമ്മുടെ ഒരു സിസ്റ്റത്തിൽ തന്നെ മാറ്റേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ സ്ട്രെസ്സുകൾ ഒഴിവാക്കുക.
കാരണം വെച്ചാൽ നമ്മള് ഓക്കെ, നമുക്കറിയാം നമ്മുടെ സീനിയേഴ്സും നമ്മളൊക്കെ ഒരു സ്ട്രെസ്സിലൂടെയാണ് നമ്മളെല്ലാം ഇപ്പൊ നഴ്സിംഗ് ആണെങ്കിലും പഠിച്ചു പോയത്. ഇനി വരുന്ന ഒരു ഫ്യൂച്ചർ ആയിട്ടുള്ള ജനറേഷൻ ആ രീതിയിലുള്ള സ്ട്രെസ് അനുഭവിക്കണം എന്നുള്ള തോട്ട് ഉണ്ടല്ലോ, അത് നമ്മളെ മനസ്സിൽ നിന്നൊക്കെ പലരുടെ മനസ്സിൽ നിന്ന് തന്നെ അത് മാഞ്ഞു പോയാൽ തന്നെ ഒരു 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 പരിധി വരെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല, കാരണം വെച്ചാൽ അത് പൊതുവെ കൂടുതലായിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഈവൻ റാഗിങ് പോലും പല രീതിയിൽ വരുന്ന ഒരു സിറ്റുവേഷൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ പലർക്കും അത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യങ്ങളാണ്. ചിലപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാം, ഈവൻ അവർ സർവൈവ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് ഫ്യൂച്ചറിൽ അവരുടെ ഒരു ട്രോമയായിട്ട് അത് ഫ്യൂച്ചറിലേക്ക് അത് കൊണ്ടുപോകാനുള്ള സാധ്യത വരെയുണ്ട്. അത് അൾട്ടിമേറ്റ്ലി അത് അവരുടെ ഒരു ഹെൽത്തിനെ അത് ബാധിക്കും. നമുക്കതൊന്നും എന്താ പറയാ, റിവൈവ് ചെയ്ത് ലൈക്ക് റിഫ്രഷ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. ലൈക്ക് നമുക്ക് ഒരു പോയിന്റ് നിന്ന് ഒരു പോയിന്റിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഒരു സിസ്റ്റം അല്ലല്ലോ, ലൈക്ക് ഇറ്റ്സ് എൻ ഇൻഡിവിജ്വൽ, അത് ഒരു ഹ്യൂമൻ ആണ്, അല്ലെ ഒരു ഇൻഡിവിജ്വൽ ബീങ് ആണ്. അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള ഫംഗ്ഷനിങ് കാര്യങ്ങൾ അത് അൾട്ടർ ചെയ്ത് നമുക്കത് കറക്റ്റ് ചെയ്യാൻ എത്ര മെഡിസിൻസ് കൊടുത്താൽ പോലും പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് സോഷ്യൽ ഡയമെൻഷൻ. ഇപ്പൊ സോഷ്യൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ വെൽബീങ് ഇംപ്ലൈസ് ഹാർമണി ആൻഡ് ഇന്റഗ്രേഷൻ വിത്ത് ദ ഇൻഡിവിജ്വൽ ബിറ്റ്വീൻ ഈച്ച് ഇൻഡിവിജ്വൽ ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ദ വേൾഡ് ഇൻ ദ ലീവ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഈവൻ നിങ്ങൾക്ക് ഇപ്പോഴുള്ള എന്താണ് ലൈക്ക് യു ഹാവ് അല്ലെ, എന്തൊക്കെയാണ് ഇപ്പം നെറ്റും കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ എന്താണ് സോഷ്യൽ മീഡിയാസും ഉണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയയും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പൊതുവെ എന്താ ചെയ്യുന്നത്, നിങ്ങൾ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ പൊതുവെ എല്ലാവരുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പൊ എല്ലാവരുമായിട്ട് കോൺടാക്റ്റും കാര്യങ്ങളും ചെയ്യുന്നത് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു വെന്റിലേഷൻ. വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ കാര്യങ്ങൾ അറിയിക്കാനൊക്കെയാണ് അല്ലെ. ഇപ്പം ചില ആളുകൾ സ്ട്രെസ്സിലാണ്, ആ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട്, വെന്റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ മെത്തഡ് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഈ സോഷ്യൽ ഡയമെൻഷന്റെ ഒരു ഉപകാരം അല്ലെങ്കിൽ ആ രീതിയിൽ ഹെൽത്തിനെ നമുക്ക് എങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. ഇൻ ജനറൽ ദി സോഷ്യൽ ഹെൽത്ത് ടേക്ക് ഇൻ ടു എൻ അക്കൗണ്ട് that every individual is a part of family of wider community and അതുപോലെ തന്നെ ഫോക്കസ് ഓൺ സോഷ്യൽ ആൻഡ് എക്കണോമിക് കണ്ടീഷൻ ആസ് വെൽ ആസ് എ വോൾ പേഴ്സൺ കേട്ടോ. ആ രീതിയിലുള്ള കാര്യങ്ങൾ കൂടി അതിൽ വരുന്നുണ്ട്. പിന്നെ അറിയേണ്ടതാണ് നമ്മുടെ സ്പിരിച്വൽ ഡയമെൻഷൻ. നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഒരു ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പിരിച്വൽ ഡയമെൻഷൻ കൂടി, ഈ എല്ലാ കാര്യങ്ങളും കൂടിയാൽ മാത്രമേ നമുക്ക് ഒരു ഹോളിസ്റ്റിക് ഒരു ഡയമെൻഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദാറ്റ് ഹാസ് ടൈം ഹാസ് ടു come to give serious consideration to the spiritual dimension and to the role that plays in health disease. Spiritual health എന്ന് പറയുന്നത് in this concept refers to the part of an individual which reach out and strive for a meaningful and purposeful life. ചില ആൾക്ക് ചില ബിലീഫ്സ് ഉണ്ടാവും, സ്ട്രോങ് ബിലീഫ്സ് ഉണ്ടാവും, ചില അതൊക്കെ ഒരു ഇൻഡിവിജ്വൽ ഡിപ്പെൻഡ് ആണ് അല്ലെ. ഏത് റിലീജിയൻ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ചില രീതിയിലുള്ള വാല്യൂസും ബിലീഫ്സും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർ, ഈവൻ റിലീജിയൻ ആവണമെന്നില്ല. അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് ഈ സ്പിരിച്വൽ ഡയമെൻഷനിൽ വരുന്നത്. അപ്പൊ അതും നമ്മുടെ ഹെൽത്ത് ആയിട്ട്, കാരണം ചിലർക്ക് അറിയില്ല നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിലല്ല, ഒരു നല്ല രീതിയിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ലൈഫിൽ ഇല്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ള തോട്ട് ഇന്റേണലി ഫിക്സ്ഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ്, അത് അൾട്ടിമേറ്റ്ലി അവരുടെ ഹെൽത്തിനെ ബാധിക്കും. ചില ആൾക്കാർ ഇപ്പൊ എൻഡ് ഓഫ് ലൈഫ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൈയിങ് ആകുമ്പോൾ അവരുടെ ഒരു മനസ്സിന് എന്താണ് ഒരു സുഖം, ലൈക്ക് ഒരു കംഫർട്ട് കിട്ടണമെങ്കിൽ അത് എൻഡ് ഓഫ് ലൈഫ് ഇപ്പം ഒരു പ്രേയേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ നന്നാവും എന്നുള്ള തോട്ട് പണ്ടേ ഉണ്ടാവും. അപ്പൊ അത് ഉണ്ടെങ്കിൽ തന്നെ അതും കൂടി നമ്മൾ അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് തിങ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഇമോഷണൽ ഡയമെൻഷൻ. അപ്പൊ ഹിസ്റ്റോറിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മെന്റൽ ആൻഡ് ഇമോഷണൽ ഡയമെൻഷൻസ് ഹാവ് ബീൻ സീൻ ആസ് വൺ എലിമെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മെന്റൽ ഇമോഷണലൊക്കെ ഒരു രീതിയിലായിട്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഓക്കെ, അത് സെപ്പറേറ്റഡ് ആയിട്ട് കാണുന്നില്ല അങ്ങനെ. However, as a more research comes to available, a definite difference is emerging. ഒരു ഡിഫറൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ക്യാൻ ബി സീൻ ആസ് നോയിങ് ഓർ കൊഗ്നിഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ കൊഗ്നിഷൻ അല്ലെ, നമ്മളെ തോട്ട്സും തിങ്കിങ്ങും അതൊക്കെയാണ് നമ്മളെ മെന്റൽ ഹെൽത്ത് എന്നുള്ള രീതി കാണുകയാണെങ്കിൽ, വൈൽ ഇമോഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീലിംഗ് ആണ് അല്ലെ. ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിപ്പോ ഇങ്ങനെ അഡ്വാൻസ് ആയത് വന്ന ഡിഫറൻസസ് ആണ് കേട്ടോ. ഇപ്പൊ ഒന്നൊരു ഇപ്പം ഒരാൾ പെട്ടെന്ന് ചോദിക്കുകയാണ് എന്താണ് ലൈക്ക് ഓക്കെ എന്താണ് ഈ മെന്റൽ ഹെൽത്ത്, എന്താണ് ഈ പറഞ്ഞ പോലെ ഇമോഷണൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ. ഇമോഷണൽ ഹെൽത്ത് എന്ന് പറഞ്ഞ സെപ്പറേഷൻ നമ്മളിപ്പോ മെന്റൽ ഹെൽത്ത് എന്ന് വന്നിട്ടില്ല. ഇമോഷണൽ സ്റ്റഡീസും കാര്യം ലൈക്ക് ഒരു നമ്മൾ ഇമോഷൻ എന്ന് പറഞ്ഞ ഒരു മീൻസ് ഒരു യൂണിറ്റ് പഠിക്കുന്നുണ്ടെങ്കിലും അത് സെപ്പറേറ്റ് ചെയ്ത ഒരു സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പൊ എന്തായാലും ഈ മെന്റൽ ഹെൽത്തിൽ ഈ ഇമോഷണൽ ഹെൽത്ത് തമ്മിൽ ഡിഫറൻസ് ഇത്രയും ആലോചിക്കുക. മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ സംതിങ് ലൈക്സ് യുവർ കൊഗ്നിഷൻ തോട്ട്, അതാണ് മെന്റൽ ഹെൽത്ത്.
ഇൻ കേസ് അത് ഇമോഷണൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അത് ഫീലിംഗ് ആണെന്നുള്ളത് കാര്യങ്ങളോട് മനസ്സിലാക്കുക. ഒരാളുടെ ഇൻഡിവിജ്വൽ ഫീലിംഗ് അതിനും നമുക്ക് പല രീതിയിലും പറയാം. കാരണം ഓരോ ഇൻഡിവിജ്വൽസിന്റെ ഫീലിംഗ്സ് വളരെ വ്യത്യസ്തമാണ്. ഒരിക്കലും യൂണീക്ക് അല്ല. നമുക്ക് ഇതൊന്നും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഓക്കെ, കൊഗ്നിഷൻ വേണമെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് വേണമെങ്കിൽ തിങ്കിങ്, തോട്ട് അല്ലെങ്കിൽ ഐക്യു കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ബട്ട് ഈ പറഞ്ഞ ഫീലിംഗ് ഇറ്റ് ഇസ് എൻ്റയർലി ഡിഫറെന്റ്. അതൊരു ഇൻഡിവിജ്വലും ഡിഫറൻസ് ഉണ്ടാവും. ഇന്ന ആളുടെ ഫീലിംഗ് ഇന്ന ആളെക്കാളും കൂടുതലാണ് കുറവാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. മെന്റൽ ഹെൽത്ത് ഇസ് ഓൾവേസ് സംതിങ് റിലേറ്റഡ് ടു യുവർ കോഗ്നിഷൻ, നോയിങ്. പിന്നെ ഇമോഷണൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് റിലേറ്റഡ് ടു യുവർ ഫീലിംഗ്സ്, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇപ്പം എക്സ്പെർട്സ് ഇൻ സൈക്കോബയോളജി ഹാവ് ബീൻ റിലേറ്റീവ്ലി സക്സസ്ഫുൾ ഇൻ ഐസൊലേറ്റിംഗ് ദീസ് ടു സെപ്പറേറ്റ് ഡയമെൻഷൻ. അവർക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ്. ലൈക്ക് വിത്ത് ദ ന്യൂ ഡാറ്റ ദ മെന്റൽ ആൻഡ് ഇമോഷണൽ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻനെസ് മേ ബി have viewed as two separate dimensions of health, of human health. ഹ്യൂമൻ ഹെൽത്തിന്റെ രണ്ട് രീതിയിലുള്ള തലങ്ങളായിട്ട്, രണ്ട് ഡയമെൻഷൻ ആയിട്ട് വരെ കാണാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പഠനങ്ങളും കാര്യങ്ങളും റിസർച്ചുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ വൊക്കേഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒക്യുപേഷണൽ, അത് തന്നെയാണ് ഈ വൊക്കേഷണൽ എന്ന് പറഞ്ഞത്. വൊക്കേഷൻ സംതിങ് റിലേറ്റഡ് ടു യുവർ ഒക്യുപേഷൻ. ഓക്കെ, ദ വൊക്കേഷണൽ ആസ്പെക്ട് ഓഫ് ദ ലൈഫ് ഈസ് എ ന്യൂ ഡയമെൻഷൻ. ഇറ്റ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. When work is fully adapted to human goals, capacities, and limitation, work often plays a role in promoting both physical and mental health. ഓക്കെ, സോ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ നല്ല ജോലി, നല്ല സ്ട്രെസ്ഫുൾ അല്ല, നല്ല പെയ്ഡ് ആണ്, നല്ല സാലറി ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ഫിനാൻഷ്യലി നമ്മൾ എന്താ സൗണ്ട് ആവും. അപ്പൊ ഒക്യുപേഷണലി തന്നെ ആണെങ്കിൽ ഫിനാൻഷ്യലി സൗണ്ട് ആകുമ്പോൾ നമുക്ക് ആ വർക്ക് കൾച്ചർ നല്ലതും കൂടി ആണെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിന്റെ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, അതുപോലെ ഫിസിക്കൽ ഹെൽത്തും പ്രോപ്പർ ആയിട്ട് പോലെ നമുക്ക് ടൈംലി ബ്രേക്ക് ഉണ്ട്. അപ്പൊ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് നമുക്ക് ഒരുവിധം മെയിൻറ്റെയിൻ ചെയ്യാൻ പോകും. അപ്പൊ അതുപോലെ തന്നെ നല്ലൊരു വർക്ക് കൾച്ചറാണ്. നമ്മൾ ആൾക്കാർ തമ്മിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ലൈക്ക് അവർക്കൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരു റൂട്ട് കോസ് അനാലിസിസ് ഒക്കെ നടത്തി അവർക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നതിന് പകരം ആ റൂട്ട് കോസ് അനാലിസിസ് എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞ് അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ്, ഇനി ഇത് വരാതിരിക്കാൻ വേണ്ടി അടുത്ത ആൾക്കാർ എന്തൊക്കെ ചെയ്യണം ഒരു പഠനം നടത്തുകയാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഈ വൊക്കേഷണൽ ഡയമെൻഷനിൽ നമ്മൾ കാര്യമായിട്ട് പറയുന്നത്. ഫിസിക്കൽ വർക്ക് ഈസ് യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് ആൻ ഇംപ്രൂവ്മെന്റ് ഇൻ ഫിസിക്കൽ കപ്പാസിറ്റി. ഒരാളുടെ ഫിസിക്കൽ കപ്പാസിറ്റി നമ്മളെ ഈ പറഞ്ഞ പോലെ പല ആൾക്കാർക്കും ഇന്ന പോസ്റ്റ് എത്തണം എന്നുള്ള ഗോൾ അച്ചീവ്മെന്റും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അവർക്ക് റിയലൈസേഷൻസ് ഉണ്ടാവും ഒരു ജോലിനെ കുറിച്ച്, അതും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം, ഒരു സെൽഫ് എസ്റ്റീം അച്ചീവ് ചെയ്യും. നമുക്കറിയാം മാസ്ലോസ് ഹൈറാർക്കി, അപ്പൊ അതിന്റെ ഒരു ലെവൽ പോലെയാണ്. ലൈക്ക് നമുക്കൊരു ജോബ് സെക്യൂർ ആയി കിട്ടുക, പിന്നെ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. പിന്നെ അങ്ങനെ അവർക്ക് എന്തുണ്ടാവണം, സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, സെൽഫ് എസ്റ്റീം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വരുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പൊ അതാണ് ഈ വൊക്കേഷണൽ ഡയമെൻഷനിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാനത് ഇങ്ങനെ കുറച്ച് സ്പീഡിൽ പോയിന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു സ്ലൈഡോടെ ലൈക്ക് ലാസ്റ്റ് ഈ സ്ലൈഡോടെ നമുക്ക് ഇപ്പൊ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ബാക്കി സെക്ഷൻസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇതിന് ബാക്കി നമുക്ക് ഫർദർ ക്ലാസ്സുകളിൽ നിങ്ങൾ കേൾക്കും. ഓക്കെ, സോ ഇനി അതല്ലാതെ വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊന്നും അല്ലാതെ ഡയമെൻഷൻസ് ഫിസിയോ അതുപോലെ തന്നെ ഫിലോസഫിക്കൽ ഉണ്ട്, കൾച്ചറൽ ഉണ്ട്, സോഷ്യോ എക്കണോമിക് ഉണ്ട്, എൻവയോൺമെന്റ് ഡയമെൻഷൻ ഉണ്ട്, എഡ്യൂക്കേഷണൽ ഡയമെൻഷൻ ഇവൻ ഉണ്ട്, ന്യൂട്രീഷൻ ഡയമെൻഷൻ ഉണ്ട്, ക്യൂറേറ്റീവ് ഡയമെൻഷൻ ഉണ്ട്, പ്രിവെന്റീവ് ഡയമെൻഷൻ ഉണ്ട്. ഈ ന്യൂട്രീഷൻ ഡയമെൻഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ തന്നെ വരുന്നുണ്ട്, ഡയറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. നേരത്തെ വന്ന ക്ലബ്ഡ് ആയിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള, അതായത് മോർ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഡയമെൻഷനിൽ വരുന്ന സെപ്പറേഷൻസ് ആണ്. ഒരു വിങ് ആയിട്ട് നമ്മൾ പറയും അല്ലെ. പണ്ടൊക്കെ നമ്മളിപ്പം ഇപ്പം നമ്മുടെ നഴ്സിംഗിൽ തന്നെ നമുക്കറിയാം. ഇപ്പം മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് ഉണ്ട്, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്. ഇനി അതൊന്നും കൂടി നമ്മൾ വൈഡാക്കി പറയുകയാണെങ്കിൽ നമുക്ക് ക്രിട്ടിക്കൽ കെയർ നഴ്സിംഗ് എന്നുള്ള മാസ്റ്റേഴ്സ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുമ്പോഴും വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പറയുമ്പോൾ തന്നെ നമുക്ക് ഫാമിലി ഹെൽത്ത് നഴ്സിംഗ് വേറെ തന്നെ വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ സോളിഡ് ആയിട്ടുള്ള മോർ ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ചേർന്ന് ഈ ഡയമെൻഷൻസിൽ തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും അതിന് വേറെ സെപ്പറേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താണ്, കാലങ്ങൾ മാറുന്നുണ്ട്, അതുപോലെ തന്നെ റിസർച്ച് സ്റ്റഡീസ് മാറുന്നതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഓരോന്നിനും തന്നെ അതിൻ്റെതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഡെഫിനിഷൻസും അതിൻ്റെതായിട്ടുള്ള കുറെ മേഖലകളും നോക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അത് പിന്നെയും അത് ഡിവൈഡ് ചെയ്യും. കാരണം എന്തിനാണ് ഇങ്ങനെയൊക്കെ കുറെ ക്ലാസിഫൈ ചെയ്യുന്നതും ഡിവൈഡ് ചെയ്യുന്നത് എന്തിനാണ്? അതിനെക്കുറിച്ച് ചില ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും പഠിക്കാൻ. അപ്പൊ അതൊന്നുകൂടി വ്യക്തമാക്കാനും അതൊന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് തൽക്കാലം ഈ ഒരു ക്ലാസ്, ഈ സെക്ഷൻ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കാരണം ബാക്കി സെക്ഷൻസ് വരുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, കാരണം ഓവറോൾ നമുക്ക് കുറെ കാര്യങ്ങൾ പുതിയത് പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി ടൈമിൽ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ കുറെ ഡാറ്റ തന്നിട്ട് കാര്യമില്ല, അതിൽ കുറച്ചേ നിൽക്കുള്ളൂ. അപ്പം കുറച്ച് തരിക, അത് നിങ്ങൾ പിന്നെയും വായിച്ചു നോക്കുക, സ്ലൈഡ്സിലൂടെ ഒന്നുകൂടി പോവുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ,
സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും അറിയിക്കാം. ഓക്കെ.